കാശിനി ഇരുളയെ നീക്കും. ഇന്ന് തിരുവോണ നക്ഷത്രവും തിരുവോണ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് സംസാരിക്കാം. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താണെന്ന്. ഒത്തിരി കോൾസ് വന്നു. അതെന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. കാശിനി ഇരുളയെ നീക്കും. കാശിനി എന്ന് പറഞ്ഞാൽ തമിഴ് വേർഡാണ്. സൂര്യൻ എന്നാണ് കാശിനിയുടെ അർത്ഥം. കാശിനി ഇരുളയെ നീക്കും. ഇരുളை നീക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടിനെ മായ്ക്കും. അപ്പോൾ സൂര്യൻ ഇരുട്ടിനെ മായ്ക്കും, അതാണ് അതിൻ്റെ അർത്ഥം. സൂര്യൻ ഇരുട്ടിനെ നീക്കി വെളിച്ചത്തിനെ കൊണ്ടുവരും. അതാണ് കാശിനി ഇരുളയെ നീക്കും. അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന ആ വാക്കിൻ്റെ സെന്റൻസിന്റെ അർത്ഥം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് കുലീനത, ദാനശീലം, നിരന്തരമായ പ്രയത്നം, നിരന്തരമായി ഇവർക്ക് പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇതിൻ്റെ ഫലസിദ്ധി, എന്ത് കാര്യമാണോ അതിൻ്റെ ഫലസിദ്ധി കിട്ടുന്നവരെ ഇവരതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിരന്തരമായ പ്രയത്നം, പരോപകാരം എന്നീ ഗുണങ്ങളെല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നല്ല സംഭാഷണത്തിലൂടെ ഇവർ ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കും. ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമുള്ള കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും. പൊതുവെ ഇവര് സ്വദേശത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് കൂടുതലും ഇവർക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത്. ഈ നക്ഷത്ര ജാതർക്ക് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കവും അതുമൂലമുണ്ടാകുന്ന പിശുക്കും ഇവരുടെ ഒരു ജീവിത ശൈലിയാണ്. കാരണം ഇവര് ധനം ചെലവഴിക്കുമെങ്കിലും പക്ഷെ അധികം അനാവശ്യമായിട്ട് അങ്ങനെ ചെലവഴിക്കത്തില്ല. അതൊരു പിശുക്കിയെ പൈസ എന്തായാലും ചെലവഴിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ പൊതുവെ എല്ലാവരും പിശുക്കൻ, അവന്റെ 10 പൈസ കിട്ടത്തില്ല എന്നുള്ള ആ രീതിയിലൊക്കെ ഈ നക്ഷത്രക്കാരെ അഭിസംബോധന ചെയ്യാറൊക്കെ ഉണ്ട്. ഈ കൂട്ടര് ഏത് പ്രതിസന്ധിയിലും കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് അവർ മുന്നേറും. ന്യായമായ കാര്യമല്ലാത്ത കാര്യങ്ങളുണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. ഇവരുടെ ലൈഫിൽ, ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും. എന്നുവെച്ചാൽ ന്യായത്തിനും സത്യത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യാനൊന്നും മടിക്കും. കൂട്ടത്തിലുള്ളവരെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരുടെ ഗുണമാണ്. ഭക്ഷണ കാര്യത്തിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പ്രകടിപ്പിക്കും. ഭക്ഷണ കാര്യത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണ കാര്യത്തിലായിരിക്കും. കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണമാണെന്നതിൽ അപ്പം തന്നെ അവർ റിജക്റ്റ് ചെയ്യും. അത് ഈ ആളുകാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരോടും വളരെ അതിവിനയം കാണിക്കുന്ന ഒരു പ്രകൃതക്കാരല്ല. വിനയം നോർമലായിട്ടുള്ള വിനയം എല്ലാവരോടും കാണിക്കും, അല്ലാതെ അതിവിനയം കാണിച്ച് മറ്റുള്ളവരുടെ കാലിൽ വീഴുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള ആളുകളല്ല ഈ നക്ഷത്രക്കാർ. തനിക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ തനിക്ക് കിട്ടിയതാണ് എന്നുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്ക് ഇവർ ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ല. തൻ്റേതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവർ ഷെയർ ചെയ്യത്തില്ല. വിട്ടുകൊടുക്കാൻ അവരുടെ മനസ്സും അനുവദിക്കില്ല, അവർ ചെയ്യത്തുമില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഈ നക്ഷത്രക്കാർ. ഇവര് വിശ്വസിക്കുന്ന ജനങ്ങളിൽ നിന്ന് വിപരീതമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ആരെയൊക്കെ വിശ്വസിച്ചാലും, ആരുടെയൊക്കെ കൂടെ വിശ്വാസമായിട്ട് നടന്നാലും അവരിൽ നിന്ന് ഇവർക്ക് ദുരനുഭവങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാകുക. ഈ നക്ഷത്രക്കാര് ഇവരുടെ കഴിവിൽ കഴിഞ്ഞ പ്രവർത്തനങ്ങളും ചുമതലകളും എല്ലാം ഏറ്റെടുക്കും. എന്നിട്ട് അത് ചെയ്തു തീർക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് പല അസ്വസ്ഥതകളും ഇവർക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട്. സ്വന്തം ഭാവനയിൽ ഉയർന്ന തൊഴിൽ മണ്ഡലങ്ങളിൽ തന്നെ ഇവർ പ്രവർത്തിക്കും. എന്നുവെച്ചാൽ മറ്റുള്ള ഒരാളുടെ കീഴിൽ ഈ നക്ഷത്രക്കാർക്ക് ജോലി ചെയ്യാൻ അത്ര താല്പര്യമുള്ള കാര്യമല്ല. മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാനോ
അല്ല അവർ പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിൽക്കാനോ അങ്ങനെയുള്ള ഒരു ഒരു രീതിയല്ല ഈ നക്ഷത്രക്കാരുടേത്. കഴിവതും അന്യരുടെ കയ്യിൽ നിന്നും ആനുകൂല്യങ്ങൾ സ്വീകരിക്കാത്തവരായിരിക്കും ഈ കൂട്ടര്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തൊഴുകൈയോടെ കുമ്പിട്ട് നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ചിന്തിക്കാനേ കൂടി പറ്റാത്തൊരു പ്രകൃതക്കാരാണ്. അതുകൊണ്ട് കഴിവതും അവർ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും വാങ്ങാറില്ല. ചതയം, ഉത്രട്ടാതി, അശ്വതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള സഹവാസം കുറയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഇത് 3-5 നക്ഷത്രങ്ങളാണ്, വിവൽ പ്രത്യാര വധ നക്ഷത്രങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധം പിൽക്കാലത്ത് ദോഷം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇവരായിട്ടുള്ള ബന്ധം കുറച്ച് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭം.